ഹായ് ഓൾ, വെൽക്കം ടു മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എഗ് 65 ആണ്. ചിക്കൻ 65ക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ടായിരുന്നു. പക്ഷേ എഗ് 65ക്ക് പിന്നിൽ ഒരൊറ്റ ജോക്കേ ഉള്ളൂ. ഒരു ബോയിൽഡ് എഗ്ഗ് 65 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നാണത്. പക്ഷേ ഞാനിവിടെ ബോയിൽഡ് എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. 5 ബോയിൽഡ് എഗ്ഗ് എടുത്തു, കട്ട് ചെയ്തു. പക്ഷേ 65 പീസസ് ആയോ എന്നറിയില്ല. അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യെല്ലോ പാർട്ട്, അതായത് യോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വൈറ്റ് പാർട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി കോട്ടിങ്ങിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ് 5 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മൈദാപ്പൊടി അല്ലെങ്കിൽ മൈദ ഫ്ലോർ. ഇനി നമുക്ക് ആവശ്യമായത് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ ആണ്. അതും 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ. ഇനി ഒരു ടേസ്റ്റിനാണ് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോട്ടിങ്ങിന് തന്നെ ചിലർ വെറും കടലമാവ് മാത്രം ഇട്ട് കോട്ട് ചെയ്തെടുക്കും. ചിലർ മൈദാപ്പൊടിയും കോൺ സ്റ്റാർച്ചും മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഏതായാലും ഞാനിവിടെ 4 ഐറ്റം എടുക്കുന്നുണ്ട്. അതായത് കടലമാവ് 5 ടേബിൾ സ്പൂൺ, ബ്രെഡ് ക്രംസ് 5 ടേബിൾ സ്പൂൺ, പിന്നെ മൈദ ഫ്ലോർ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. കോൺ സ്റ്റാർച്ച് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മല്ലിച്ചീര അല്ലെങ്കിൽ കറി ലീവ്സ് ആഡ് ചെയ്യാം. മല്ലിച്ചീര യൂസ് ചെയ്യാം അല്ലെങ്കിൽ കറി ലീവ്സ് യൂസ് ചെയ്യാം. പിന്നെ 2 ഗ്രീൻ ചില്ലീസ്, 2 പച്ചമുളക് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തത്, അതും ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റിൽ അതൊരു ബേസിക് മസാലയിൽ അതൊരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് മുട്ടയിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല എടുക്കാം. ഇനി വേണ്ടിയത് 3/4 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ. സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നമ്മളിവിടെ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്. കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു മുട്ട തന്നെയാണ് എടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. വളരെ ശ്രദ്ധിക്കേണ്ടത്, കൺസിസ്റ്റൻസി വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ മുട്ട ആഡ് ചെയ്തിട്ട്, ഒരൊറ്റ മുട്ട മതി, പക്ഷേ ആ മുട്ട ഒന്ന് ആഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് ഇതിനകത്ത്. കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ ഇതേ ഷേപ്പ് വരത്തില്ല വറുക്കുമ്പോൾ. അങ്ങനെ ഓരോന്നും 1.5 മുതൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കാം നമുക്ക്. വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടനെ തന്നെ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം ഷ്രെഡായി പോകും. അതുകൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് മസാല ഇട്ടതിന് ശേഷം കുറച്ച് നേരം, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ മറിച്ചിടാവുള്ളൂ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഓയിലിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, നല്ല രീതിയിൽ വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് 4-5 അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ മല്ലിച്ചീര അല്ലെങ്കിൽ കറിവേപ്പില അതും കൂടെ ആഡ് ചെയ്യാം. മല്ലിച്ചീര അല്ലെങ്കിൽ കറിവേപ്പില ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കെച്ചപ്പും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഒരു മിനിറ്റ് ചൂടായതിന് ശേഷം നിങ്ങൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന എഗ് 65 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഈ എഗ് 65ന് ചിക്കൻ 65 അത്ര ടേസ്റ്റ് ഇല്ല എങ്കിലും മുട്ട ഇഷ്ടപ്പെട്ടവർക്കൊരു വെറൈറ്റി ഡിഷാണ് ഇത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.